പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ദുഃഖാനുഭവം ഉണ്ടായി, താങ്ങാനാവാത്ത ദുഃഖാനുഭവം. ഈ ക്രിസ്തീയ ആധ്യാത്മികതയുടെ ഏറ്റവും വലിയ ഒരു സന്തോഷം എന്താണെന്നറിയാമോ? എല്ലാത്തിനും പരിഹാരമുണ്ടെന്നുള്ളതാണ്. പണ്ടൊരിക്കൽ ഒരു ടീച്ചർ എന്നെ ഫോണിൽ വിളിച്ച് വളരെ സങ്കടപ്പെട്ട് വിളിച്ചാൽ, വേദനപ്പെട്ട് വിളിച്ചാൽ. അപ്പോൾ അവിടെ സ്വരം കേൾക്കുമ്പോൾ പറയാം, ഒരു കണ്ണീരിൻ്റെ സ്വരമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നാ ടീച്ചറെ, എനിക്കറിയാവുന്ന ആളാണ്, എത്രയും വേഗം അച്ഛൻ ആശുപത്രി വരണം, കുർബാനയും കൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ വിളിയുടെ ഒരു രീതി കണ്ടപ്പോൾ ഞാൻ സീരിയസ് ആയിട്ട് ഇടവകയെന്ന് ദേവാലയം തുറന്ന്, സെക്രട്ടറി തുറന്ന് ഈശോനെ എടുത്തുകൊണ്ട് ഒരു വാഹനം സംഘടിപ്പിച്ച് ഞാൻ ആശുപത്രി ചെന്നു. പക്ഷേ ആശുപത്രി ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര വല്ലാത്ത വേദന തോന്നി. കാര്യം ടീച്ചറിൻ്റെ ഹസ്ബൻഡ് ഒരു ഡൈയിങ് കണ്ടീഷനിലാണ്. അത് എന്നെ വല്ലാതെ ഉലച്ച്. ഞാനത് അത് പ്രതീക്ഷിച്ചില്ല. എന്നോട് കാര്യം സിസ്റ്റർ ആരെങ്കിലും ഒത്തിരി പ്രായമായവരായിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ അത് നമുക്ക് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ആ മനുഷ്യന് ഗുരുതരമായ രോഗം വന്ന് ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവുകയാണ്. ഞാൻ പ്രാർത്ഥിച്ച് ഈശോനെ കൊടുത്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈശോയിലേക്ക് യാത്രയായി. എൻ്റെ ഇടവക തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അടക്കവും കുഴിയാഴ്ചയും പിന്നെ 41 അടിയന്തരങ്ങളെല്ലാം കഴിഞ്ഞ് ഞാനൊരു 6 മാസമായപ്പോൾ അതൊക്കെ മുമ്പ് അവിടുന്ന് പോയി, വേറെ ഇടവകയിലേക്ക് പോയി. ഞാൻ പിന്നെ ഈ കാര്യം ദുഃഖകരമായ വിഷയം വിട്ടുപോയി. ആ ഇടവക ചെന്ന പിന്നെ ആ ഇടവകയുടെ കുടുംബങ്ങളും അവരുടെ വിഷമങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ടീച്ചറിനെ കാണാൻ വന്നു. ഉച്ചക്കാണ് വന്നത്. ഉച്ചക്കാണ് വന്നതുകൊണ്ട് ഞാൻ അവർക്ക് എൻ്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിച്ചു. ഞാൻ ടീച്ചർ എന്നാ വന്നത്, ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ടീച്ചർ എന്നാ വന്നത്, ചുമ്മാ അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞാൽ ടീച്ചറിനോട് പറഞ്ഞു, ടീച്ചറെ വിവാഹം കഴിക്കണില്ലേ? കാര്യം ടീച്ചർ വളരെ ചെറുപ്പമാണ്, 2 കുഞ്ഞുങ്ങളുണ്ട്, വിവാഹം കഴിക്കുന്നതാണ് സ്വാഭാവികമായിട്ട് നല്ലത് എന്നുള്ള സ്വാഭാവിക മാനുഷികമായ ഒരു കാഴ്ചപ്പാടിൽ ഞാൻ സംസാരിച്ചതേ ഉള്ളൂ. പക്ഷേ ഞാൻ അപ്രതീക്ഷിതമായൊരു വചനമാണ് ടീച്ചറിലേക്ക് കേട്ടത്. എന്താണ്? കർത്താവാണ് എൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവെന്നാണ് അവൻ്റെ പേരെന്ന്. കർത്താവാണ് എൻ്റെ ഭർത്താവ്. അത് പറയുന്തോറും നമുക്ക് അഭിഷേകം ഉണ്ടാകും. കർത്താവാണ് എൻ്റെ ഭർത്താവ്, ദൈവമായ കർത്താവെന്നാണ് അവൻ്റെ പേര്. ഈ വചനം ഞാൻ പല പ്രാവശ്യം പല ഇടങ്ങളിലും സാക്ഷ്യത്തിലും പ്രസംഗത്തിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ടീച്ചറിൽ നിന്ന് കേട്ടപ്പോൾ കാര്യം വചനം പറയുന്നതല്ല, അവരവിടെ ജീവിക്കുകയില്ലേ. വചനം പറയണതും ഒരു വചനം പറഞ്ഞ് കേൾക്കണതും ഒരു വചനം ജീവിച്ച് കേൾക്കണതും തമ്മിൽ വചനത്തിന് അഭിഷേക നിലവാരത്തിന് വ്യത്യാസമുണ്ട്. കാര്യം ഒരു വചനം പറഞ്ഞു കേൾക്കുന്ന വചനവും ജീവിച്ച് കേൾക്കുന്ന വചനവും തമ്മിൽ വചനത്തിൻ്റെ അഭിഷേക നിറവിന് ഏറ്റക്കുറച്ചിലുണ്ട്. കാര്യം അവരത് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് അഭിഷേകമായ പോലെ ഞാൻ ടീച്ചറിനെ ബ്ലസ് ചെയ്ത് വിട്ടു. പക്ഷേ എനിക്ക് മനസ്സിലായി, എന്താ, വചനം കൊണ്ട് ജീവിക്കുന്ന വേദസാക്ഷികൾ കുടുംബങ്ങളിൽ കൂടുന്നുണ്ടെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ എൻ്റെ ഒരു അത്ഭുതമാണത്. കാര്യം അച്ഛനായിട്ട് 32 കൊല്ലമായി. ഈ 32 കൊല്ലത്തിനുള്ളിൽ ഒരു 21 ലക്ഷത്തോളം മനുഷ്യരെ കൗൺസിൽ ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ അത്രയും ചിലപ്പോൾ കുമ്പസാരം കേട്ട് കാണാം. ഈ 32 വർഷം, ഒരു 4 നൂറ്റാണ്ട് കൂടുതൽ ജനങ്ങളുടെ കൂടെ ആധ്യാത്മിക സഞ്ചാരം കർത്താവിൻ്റെ നാമത്തിൽ നടത്തുമ്പോൾ ദൈവജനവുമായിട്ട് നമ്മൾ ഇടപഴകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു സത്യം, ജനങ്ങൾ നമ്മളെക്കാൾ വിശുദ്ധരാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ അവിടെയൊക്കെ എന്തെല്ലാം കസർത്ത് കാണിച്ചാലും ഒരു പണി നടക്കത്തില്ല. സഭ പ്രാർത്ഥിക്കുന്ന സഭയാണ്, സഭ വിശുദ്ധ സഭയാണ്. ചില സമയത്ത് തോന്നുപോയി, ഉള്ളവന് ശരിക്കും ഉണ്ട്, സമ്പത്തല്ല, ആധ്യാത്മിക കൃപ. ഇല്ലാത്തവന് ഇല്ലെന്ന് പറഞ്ഞ പോലെയാണ് ഇന്നത്തെ അവസ്ഥ. ആ ഇല്ലാത്തവനാണ് ഉള്ളത്. സഭയെ ഏതെങ്കിലും അവൻ്റെ ഇല്ലായ്മ മറച്ചു വെക്കാൻ വേണ്ടി സഭയെ താറടിച്ച് കളയും. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം. സഭയെ അങ്ങനെ താറടിക്കുമ്പോൾ സഭയ്ക്കൊന്നും സംഭവിക്കത്തില്ല. പക്ഷേ പണ്ട് പൗലോസിന് സംഭവിച്ച പോലെ നിനക്ക് സംഭവിക്കും. എന്താ കാര്യം? ഞങ്ങൾ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കും. അപ്പോൾ സാവൂൾ പൗലോസായി മാറും. സഭയുടെ ഒരു മിഷണറി അതാ. എല്ലാ സാവൂളിലും ഒരു പൗലോസ് ഉണ്ടെന്നാണ് ആദിമസഭ നമ്മളെ പഠിപ്പിക്കുന്നത്. എല്ലാ സാവൂളിലും സഭയുടെ സന്താനങ്ങളെ തേജോവധം ചെയ്യാനും നശിപ്പിക്കാനും കൊല്ലാനും ഒക്കെ പോകുന്ന പൈശാചിക ശക്തി ആർജിക്കുന്ന വ്യക്തികളിലൊക്കെ എല്ലാം ഒരു പൗലോസിൻ്റെ സാധ്യതയാണ് പ്രാർത്ഥിക്കുന്ന സഭ സ്വപ്നം കാണുന്നത്. പ്രാർത്ഥിക്കുന്ന സഭ ഒരു സാവൂളിൽ എപ്പോഴും പൗലോസിനെ സ്വപ്നം കണ്ടുകൊണ്ട് കർത്താവിൻ്റെ തിരുസേ കണ്ണീരിട്ടുകൊണ്ടിരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നീ നിൻ്റെ ദൈവത്തെ കണ്ടെത്തണം. അതിനാണ് സഭയുടെ സ്പേസ്, സഭയുടെ ഇവിടെ നിലനിൽപ്പിൻ്റെ കോസ് ഓഫ് ചേർച്ച്
സഭയുടെ കാരണം എന്താണ്? എല്ലാ സാവൂളിലുമുള്ള പൗലോസിനെ കണ്ടെത്തുക എന്നത്. എന്തുകൊണ്ടാണ് ടീച്ചർ ഇങ്ങനെ ചേഞ്ച് ചെയ്തതെന്നറിയാവോ? കർത്താവ് ഇതിനുള്ള സാധ്യത എന്താണ്? യേശുക്രിസ്തുവിലല്ലേ. കാരണം ഭർത്താവ് മരിച്ചാലും അപ്പം മരിച്ചാലും മക്കൾ മരിച്ചാലും വേദന ഉണ്ടായാലും അതെല്ലാം ഫില്ല് ചെയ്യണത് ആരാണ്? ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന്. അതല്ല അക്രൈസ്തവ സഹോദരങ്ങൾ പോലും ക്രിസ്തുവിനെ നേടി കഴിയുമ്പോൾ അവർക്ക് അവരുടെ വേദനകളുടെ മേലെല്ലാം അവർ വിജയം പ്രാപിക്കണത്. കൊളോസ്യസ് 3:11 എന്നാണ് പറയണത്, ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണെന്ന്. അപ്പോൾ ഇതുപോലെ ജീവിതത്തിൽ അതുപോലെയുള്ള വലിയ സങ്കടകരമായ അവസ്ഥകൾ സംഭവിച്ച് കഴിയുമ്പോൾ അവിടെ ഉണ്ടാക്കുന്ന ഒരു വിടവുകൾ ഫില്ല് ചെയ്യണത് എങ്ങനെയാണ്? കൃപ കൊണ്ടാണ് ഫില്ല് ചെയ്യണത്. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധം ഇത്തരത്തിലാണെങ്കിൽ വിവാഹം കഴിക്കാതിരിക്കണതിൽ നല്ലതെന്ന് പത്രോസ് ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറയണത്? അതിനുള്ള കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഉപദേശം സ്വീകരിക്കാൻ കഴിയും. അതാ മത്തായി 19:11. അപ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതല്ല, എന്ത് സംഭവിച്ച് എന്ത് ആഘാതം ഉണ്ടായാലും അതിനൊക്കെ അതിജീവിക്കാൻ വേണ്ടിയുള്ള കൃപ ആർജിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ ജയിക്കാൻ പറ്റുമെന്നാണ്. ലോകത്തെ നിങ്ങൾക്ക് ഞെരുക്കങ്ങൾ ഉണ്ടാകുമെന്ന് ഈശോ പറയുമ്പോൾ കൂടെ പറയുന്ന വാക്കുണ്ട്, എങ്കിലും ധൈര്യമായിരിക്കാൻ. എന്താ കാരണം? ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നുവെന്ന്, ലോകത്തെ ജയിച്ചിരിക്കുന്നുവെന്ന്. അപ്പോൾ ലോകത്തെ ജയിക്കണത് എങ്ങനെയാണ്? കൃപ കൊണ്ടാണ്. ഇപ്പോൾ കൃപ എപ്പോഴാണ് ലഭിക്കണത്? ഏതെങ്കിലും ബലഹീനമായ സാഹചര്യങ്ങൾ വരുമ്പോഴാണ്. അതുകൊണ്ടാണ് 2 കൊരിന്ത്യർ 12:10 പറയുന്നത്, ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കണമെന്ന്. അപ്പോൾ എന്തെങ്കിലും ബലഹീനത വന്നു പോയി കഴിഞ്ഞാൽ ഉടനെ ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കാൻ കാലമായെന്നുള്ള സുവിശേഷമാണ് വരികൾക്കിടയിൽ അനുഭവത്തിൽ നിന്ന് വിശ്വാസി വായിക്കുന്നത്. അതാണ് സുവിശേഷം. ശരിക്കും ജീവിത സുവിശേഷം, ജീവിതത്തിൽ നിന്ന് കർത്താവിൻ്റെ വചനം. നമ്മൾ ദൈവവചനം കേൾക്കുമ്പോൾ പറയത്തില്ലേ, ദൈവവചനമാണ് നാം കേട്ടതെന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തെ സ്തുതിക്കാമെന്ന് പറയുമ്പോൾ എല്ലാ സഹനവും അതിലൂടെ ലഭിക്കുന്നത് ദൈവവചനമാണ് നമ്മൾ കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ദൈവത്തെ സ്തുതിക്കും. കിട്ടിയ അനുഭവങ്ങളുടെ മേൽ കർത്താവിൻ്റെ കൃപ ആർജിക്കാൻ വേണ്ടി നമുക്ക് സ്തുതിക്കാം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അനുഗ്രഹം ചൊരിയണമേ. കരങ്ങളടിച്ചുകൊണ്ട് കർത്താവിനെ വാഴ്ത്തിപ്പാടുകയാണ്. കർത്താവേ, യേശുക്രിസ്തു എല്ലാവരിലും എല്ലാമാണ്. ബലഹീനതയിലാണ് ദൈവത്തിന്റെ ശക്തി പ്രകടമാകുന്നത്. ഓരോ സാവൂളിലും പൗലോസിനെ കണ്ട് ജീവിക്കാൻ വലിയ പ്രബോധനത്തിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുന്നതിന് ഓർത്ത്, ഞങ്ങളുടെ ആത്മാവിൽ ശക്തീകരിക്കുന്നതിന് ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്ന കർത്താവേ, വചനത്തിന്റെ ആഴമായ ബോധ്യയിൽ നിറയാൻ റൂഹായെ നിറയണമേ. പ്രിയമുള്ളൊരു സ്തുതിപ്പിൻ്റെ അഭിഷേകത്തിൽ നമ്മൾ വലിയൊരു സാക്ഷ്യം കേൾക്കാൻ പോകുകയാണ്. ഓരോ സാക്ഷ്യവും നമ്മളോട് പറയുന്നത് എന്താ? ഹെബ്രായർ 12:1. നമുക്ക് ചുറ്റും സാക്ഷികളുടെ മഹാസമൂഹമുള്ളതുകൊണ്ട് നമ്മുടെ പാപവും ഭാരവും നമുക്ക് നീക്കിക്കളയാം. ഓരോ സാക്ഷ്യം കേൾക്കുമ്പോഴും നിന്റെ മനസ്സിൽ തോന്നണം, എന്താണ്? കർത്താവ് ഇന്നും ജീവിക്കുന്നു. അതിനാൽ ഞാനിങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ല, പാപത്തെക്കുറിച്ച് ഞാനിങ്ങനെ ദുഃഖിച്ച് നടക്കേണ്ട കാര്യവുമില്ല. എൻ്റെ എല്ലാ ബലഹീനതയിലും എന്നെ ബലപ്പെടുത്തുന്ന കർത്താവ് എൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. അങ്ങനെ ഈ സാക്ഷ്യം കേട്ട് നമുക്ക് ബലം പ്രാപിക്കാം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ.